പണിമുടക്കുകൊണ്ട് എന്ത് നേടിയത്? പണിമുടക്കുകൊണ്ടാണ് മിനിമം വേജ് ഉണ്ടായത്, പണിമുടക്കുകൊണ്ടാണ് ഫാക്ടറീസ് ആക്ട് ഉണ്ടായത്, പണിമുടക്കൊണ്ടാണ് ഫെയർ വേജസ് ഉണ്ടായത്, പണിമുടക്കുകൊണ്ടാണ് മറ്റേണ്ടിലും മറ്റു ലാനുകൾ 44 നിയമങ്ങൾ ഉണ്ടായത് പണിമുടക്കും സമരങ്ങളുടെയും ഫലമായിട്ടാണ്. അല്ല സ്വമേധയാ ഗവൺമെന്റുകൾക്ക് തോന്നി മുതലാളിമാർ ഞങ്ങളിതെല്ലാം കൊടുത്തോളാം എന്ന് സമ്മതിച്ചല്ല. ഗോപാലകൃഷ്ണ ഗോഖലെ അറസ്റ്റ് ചെയ്തു സ്വാതന്ത്ര്യ സമരകാലത്ത് ബാംബെ. അവിടുത്തെ ടെക്സ്റ്റൈൽ മിൽ തൊഴിലാളികൾ ആ വിവരം അറിഞ്ഞുടനെ തന്നെ പണി ആയുധം താഴെ വെച്ച് കോടതിയിലേക്ക് മാർച്ച് ചെയ്തു. നിങ്ങൾക്ക് അതുമായിട്ടൊരു ബന്ധമില്ലാത്തതുകൊണ്ട്, സ്വാതന്ത്ര്യ സമരവും ഇതുമായിട്ടൊരു ബന്ധമില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് തൊഴിലാളിയുടെ പങ്ക് എന്താണെന്ന് അറിയില്ല. ഇവിടെ തിരുവിതാംകൂറിൽ സർ CP അമേരിക്കൻ മോഡൽ ഭരണം വേണം, സ്വതന്ത്ര തിരുവിതാംകൂർ വേണമെന്ന് പറഞ്ഞപ്പോൾ അതിനെതിരായി പുന്നപ്രഭയിലാറിലെ തൊഴിലാളികൾ അന്ന് ബോണസ് ആദ്യം ഇന്ത്യ രാജ്യത്ത് ബോണസ് നിയമം വരുന്നതിന് മുമ്പ് സർ CP പറഞ്ഞു 4% ബോണസ് തരാം, നിങ്ങൾ ചോദിക്കുന്ന 22 ആവശ്യം അംഗീകരിക്കാം. ആ തൊഴിലാളികൾ പറഞ്ഞു പട്ടിണിയാണ്, തൊഴിലായ്മയുണ്ട്, 4 കൂലി കിട്ടുക. അവർ പറഞ്ഞു നിങ്ങൾ പറയുന്ന 22 ഞങ്ങൾ തരാമെന്ന് പറയുന്നത് ഞങ്ങൾ ഉപേക്ഷിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമാണ്. ആ കോടിക്കണക്കിന് തൊഴിലാളികളാണ് ഇന്നത്തെ ഇന്ത്യയെ വളർത്തിയെടുത്തത്. ഇന്ത്യയുടെ സമ്പത്ത് ഒന്നുമില്ലായിരുന്ന ഇന്ത്യയെ ഇന്ന് കാർഷിക മേഖലയിൽ ഭക്ഷ്യകാര്യത്തിൽ ഭക്ഷ്യോത്പാദനത്തിൽ സ്വയം പര്യാപ്ത കൈവരിക്കാനൊക്കെ പാടുപെട്ട് ഇന്ത്യ രാജ്യത്തെ കൃഷിക്കാരും തൊഴിലാളികളുമാണ്. ഇന്ന് ഈ രാജ്യത്ത് കാണുന്ന ഉയർന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ പടുത്തുയർത്തിയത് ആ തൊഴിലാളിയുടെ അധ്വാനത്തിന്റെ മിച്ച മൂല്യമാണ്. ഭരിക്ക് നമ്മുടെ തറവാടെന്ന് കൊണ്ടുവന്നതല്ല.